Dear students, welcome to the third accounting class. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിംഗ് ആദ്യ ചാപ്റ്ററിന്റെ തിയറി പോർഷൻസ് ആണ്. ഇന്ന് മുതൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലം പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രോബ്ലം പാർട്ടാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ താല്പര്യത്തോടുകൂടി കാണുന്നത്. തിയറി പോർഷനേക്കാളും കുട്ടികളിൽ കൂടുതൽ ഊർജം നിറയ്ക്കുന്നത് പ്രാക്ടിക്കൽ പാർട്ടാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രാക്ടിക്കൽ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നേരിട്ട് നമ്മൾ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ചോദ്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യും. ഫ്രം ദി ഫോളോയിങ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ഊട്ടി റിക്രിയേഷൻ ക്ലബ് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31/3/2018. അപ്പോൾ നമുക്ക് ഇതൊരു ക്ലബ്ബാണ്, ഊട്ടി റിക്രിയേഷൻ ക്ലബ്ബാണ്. അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് നമുക്ക് അതിനായിട്ട് നൽകിയിട്ടുള്ളത്. അത് നോക്കി വേണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഇത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി കൺസിഡർ ചെയ്യേണ്ടത് കറണ്ട് ഇയർ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇവിടെ 31/3/2018 അവസാനിച്ച കറണ്ട് ഇയർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ കാണുമ്പോഴും ഏതാണ് കറണ്ട് ഇയർ എന്നത് വളരെ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ റെസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസിനെയും പേയ്മെന്റ് സൈഡിലുള്ള ഐറ്റത്തിനെയും അനലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ്? നമ്മൾ എന്തിനാണ് ഇത്തരം ഒരു അനാലിസിസ് നടത്തുന്നത്? ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യം റവന്യൂ ഐറ്റത്തിനെയാണ്. റെസീപ്റ്റ് സൈഡ് ആണെങ്കിൽ റവന്യൂ റെസീറ്റും, പേയ്മെന്റ് സൈഡ് ആണെങ്കിൽ അതായത് ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന് റവന്യൂ റെസീറ്റ്സും മറ്റൊന്ന് ക്യാപിറ്റൽ റെസീറ്റ്സും. പേയ്മെന്റ് സൈഡ് ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് വേണ്ടത് റവന്യൂ ഐറ്റംസിനെ മാത്രമാണ്. ഇതിൻ കൂട്ടത്തിൽ നിന്ന് നമ്മൾ അതിനെ മാത്രം സ്പോട്ട് ഓൺ ചെയ്യും. അതിന് നമ്മൾ അതാത് വശങ്ങളിലേക്ക് ഡെബിറ്റ് സൈഡിലേക്കോ ക്രെഡിറ്റ് സൈഡിലേക്കോ എടുത്ത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കറണ്ട് ഇയർ ഏതാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ റെസീറ്റ് സൈഡിൽ നിന്ന് റവന്യൂ റെസീറ്റ്സും പേയ്മെന്റ് സൈഡിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിനെയും നമ്മൾ കണ്ടെത്തുന്നു. ഇനി അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസിനെ കുറിച്ചാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ബാങ്ക് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ മൂന്നാമതൊരു സാഹചര്യം അറൈസ് ചെയ്യാനുള്ളത് ഈ ഭാഗത്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നായിരിക്കും. അപ്പോൾ ഈ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം. അപ്പോൾ കറണ്ട് ഇയർ, revenue items, then ignore opening and closing cash in hand and cash bank or opening balance of receipts and payment. അത് പൂർണ്ണമായും ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. എന്തിന്റെ കാര്യത്തിൽ മാത്രം? ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ നമുക്ക് വേണം. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുത്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായും വേണം. ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്ന ഓരോ ഐറ്റവും നമ്മൾ ആ മൂന്ന് മാനദണ്ഡങ്ങളെ അടിസ്ഥാനത്തിൽ റെന്റ് റിസീവ്ഡ് നമ്മൾ ആദ്യം ക്യാപിറ്റൽ ആണോ റവന്യൂ റെസീറ്റ് ആണോ നമ്മൾ പരിശോധിക്കുന്നു. റെന്റ് റിസീവ്ഡ് എല്ലാ മാസവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാ കൊല്ലവും കിട്ടുന്നതാണ്, ആവർത്തന സ്വഭാവമുള്ളതാണ്, ഒരു കൊല്ലം മാത്രമേ അതിന്റെ ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ കാലയളവിലെ അതിന്റെ ഇമ്പാക്ട് പീരീഡ് ഉള്ളൂ എന്നതുകൊണ്ടും, പിന്നെ താരതമ്യേന കുറഞ്ഞ എമൗണ്ട് ആണ് എന്നുള്ളത് കൊണ്ടും നമ്മൾ റെന്റ് റിസീവിനെ റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ 8,000 രൂപ. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിക്ഷേപം വിൽക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ സ്വഭാവമുള്ളതാണ്. അതായത് നിക്ഷേപം എല്ലാ ദിവസവും വിൽക്കാറില്ല, റെഗുലർ ആക്ടിവിറ്റി അല്ല. ഇനി താരതമ്യേന ഇതിനേക്കാളും ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ ക്രൈറ്റീരിയക്ക് നമ്മൾ വലിയ പ്രാധാന്യം നൽകുന്നില്ല. ഇമ്പാക്ട് പീരീഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നീണ്ട കാലം നിലനിൽക്കും എന്നുള്ളതും കൂടിയാണ്. ഞാൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മേജർ റവന്യൂ റെസീറ്റ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ റെസീറ്റ് ആണ് ഏത് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം. 54,000 രൂപ. എമൗണ്ട് വലുതാണ് എന്ന് കണ്ട് നിങ്ങൾ ഇത് ക്യാപിറ്റൽ റെസീറ്റ് ആണെന്ന് കരുതരുത്. കാരണം ഇത് ആവർത്തന സ്വഭാവം, അതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ആവർത്തന സ്വഭാവം റിക്കറിംഗ് നാച്ചർ ഉള്ളതാണെങ്കിൽ ഒന്നാമത്തെ ആ ക്രൈറ്റീരിയയിൽ ഒന്നാമത് വരുന്നതാണ്. അതുകൊണ്ട് റവന്യൂ ഏതൊക്കെയാണ്? റെന്റ് റിസീവ്ഡ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. രണ്ട് റവന്യൂ റിസീപ്റ്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു.
ഇതിനെ നമ്മൾ എങ്ങോട്ടാണ് പറഞ്ഞേക്കേണ്ടത്? റെസീറ്റ് സൈഡ് ആണിത്. നമ്മൾ പറഞ്ഞേക്കേണ്ടത് ഇൻകം സൈഡിലേക്ക്. രണ്ടും ഇൻകംസ് ആണ്, വരുമാനം കിട്ടിയതാണ്, റിസീവ് ചെയ്തതാണ്, ഇൻകം ആണ്. അപ്പൊ ഇൻകം സൈഡ് ഏതാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിലേക്കാണ് ഇതിന് രണ്ടിനെയും പറഞ്ഞേക്കേണ്ടത്. Now see, we shall analyze payment side. Now sports materials purchase 10,000. For a club, for a recreational club, sports materials is a regular expense. സ്ഥിരമായിട്ടുള്ളതാണ്. അവിടുത്തെ ക്ലബിലെ മെമ്പേഴ്സിന് സ്ഥിരമായി ഒന്ന് കളിക്കാനുള്ളതാണ്. സോ സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ് റെഗുലർ സ്വഭാവമുള്ളതാണ്. 10,000 നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറായി കൺസിഡർ ചെയ്യുന്നു. സ്റ്റേഷനറി ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ്, പെന്നും പെൻസിലും ഒക്കെ വാങ്ങുന്നതാണല്ലോ. സോ അതും റെഗുലർ സ്വഭാവമുള്ളതാണ്, റവന്യൂ ആണ്. കമ്പ്യൂട്ടർ പർച്ചേസ്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കും 2 ദിവസത്തേക്കും 1 കൊല്ലത്തേക്കും ഉള്ളതല്ല, ഒരുപാട് വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഫിക്സ്ഡ് അസറ്റ്. സോ 25,000 റുപ്പീസ് ഫിക്സഡ് എമൗണ്ട് ആണ്. കമ്പ്യൂട്ടർ എല്ലാ ദിവസവും നമ്മൾ വാങ്ങാറില്ല. അപ്പം അത് നോൺ റെക്കറിംഗ് നേച്ചർ ഉള്ളതാണ്. ഈ കാരണങ്ങളാൽ ഇതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി പരിഗണിക്കുന്നു. മാത്രമല്ല ഇതിന്റെ ഇമ്പാക്ട് പീരീഡ് 1 വർഷത്തിലും അധികവുമാണ്. 1 കൊല്ലത്തിൽ കൂടുതൽ നമ്മളെ ഈ കമ്പ്യൂട്ടർ സ്വാധീനിക്കും. നമുക്ക് അതിന്റെ ഗുണഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. സാലറീസ് എല്ലാ മാസവും കൊടുക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് റെഗുലർ നാച്ചുറലാണ്, റവന്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ലോസിംഗ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ആർ ടു ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്, സ്റ്റേഷനറി പെയ്ഡ്, കമ്പ്യൂട്ടർ സാലറീസ്. ഈ 3 ഐറ്റം, സ്പോർട്സ് മെറ്റീരിയൽ, സ്റ്റേഷനറി, സാലറീസ്, 3 ഐറ്റം എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മൾ എടുക്കാം എന്ന് തീരുമാനിക്കുന്നു. കാരണം 3ഉം റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട്. See the income and expenditure account for the year ended 31st March 2018. മുകളിൽ നമ്മൾ ബുക്സ് ഓഫ് ഊട്ടി റിക്രിയേഷണൽ ക്ലബ്, ഇത് മുഴുവനായി എഴുതണം നിർബന്ധമില്ല, ഊട്ടി റിക്രിയേഷണൽ ക്ലബ്ബ് എന്ന് എഴുതിയാലും മതി. ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ഫോർ എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഫോർ ഇൻകംസ്. എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ അവിടെ സ്പോട്ട് ഓൺ ചെയ്ത എക്സ്പെൻഡിച്ചേഴ്സ് തന്നെയാണ്. സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്, സ്റ്റേഷനറി, സാലറി, 3 നമ്മൾ ഇങ്ങോട്ട് എടുത്തുള്ളൂ. ഇൻകം സൈഡിൽ നോക്കൂ, റെന്റ് റിസീവ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്. ഇതൊക്കെ എഴുതിയതിനു ശേഷം നമ്മൾ 2 സൈഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുന്നു. ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ, ദാറ്റ് ഈസ് 64,000. We place 64,000 here also. Then you have to find out the difference. The difference is 27,000. Income side is more, so the result will be definitely surplus, not profit. ലാഭമല്ല ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? സർപ്ലസ്. അവിടെ നമ്മൾ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസ് ഇത് എഴുതണം നിർബന്ധമില്ല. ഇവിടെ എഴുതേണ്ടത് ടു സർപ്ലസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് എഴുതേണ്ടത്. ടു സർപ്ലസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് അവിടെ എഴുതേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ വേഗത്തിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തത് നിങ്ങൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയി പരിഗണിക്കാം, സിമ്പിൾ ആണ്. From the following receipts and payment account of Trichy Recreational Club. നേരത്തെ ഊട്ടിയായിരുന്നു, ഇത് Trichy Recreational Club. Prepare income and expenditure account for the year 31/3/2018. ഇവിടെ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് കറണ്ട് ഇയർ ഏതാണ്? 2003-2018 ആണ്. Now we shall analyze the receipts. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓപ്പണിംഗ് ബാലൻസസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ആർ ടു ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. Now we shall see which are the capital revenue receipts. ഈ ഡിവിഡൻഡ് ആനുവലി നമ്മൾ റിസീവ് ചെയ്യുന്നത് എല്ലാ വർഷവും പീരിയോഡിക്കൽ റിസീപ്റ്റ് ആണ്, റെക്കറിംഗ് നാച്ചർ ഉള്ളതാണ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവുകയും അത് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവുകയും അത് വിൽക്കുകയും ചെയ്താണ്. റെക്കറിംഗ് നാച്ചറിലാണ്, സ്മോൾ എമൗണ്ട് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ, അത് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ റിസീറ്റ് ആണ്. ലോക്കർ റെന്റ്, ലോക്കർ റെന്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിനെ സംബന്ധിച്ചുള്ള റിസീറ്റ് ആണ്. മെമ്പേഴ്സിന് ലോക്കർ സൗകര്യം, അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നൽകുന്നു. അതിന് പകരമായി അവർ ഒരു റെന്റ് പീരിയോഡിക്കലായി നമുക്ക് തരുന്നു. ഡെഫിനറ്റ്ലി അത് റെഗുലറായി കിട്ടുന്നത് കൊണ്ട് ലോക്കർ റെന്റ് ഈസ് ഓൾസോ എ റവന്യൂ റിസീറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യാപിറ്റലേറ്റ് ആണെങ്കിലും നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, പലിശ എന്ന് പറയുന്നത് റവന്യൂ നാച്ചുറലുള്ളതാണ്, റവന്യൂ റിസീറ്റ്. കാരണം അത് പീരിയോഡിക്കലായി ലഭിക്കുന്നതാണ്. സെയിൽ ഓഫ് ഫേർണിച്ചർ, ഒരു സംശയം വേണ്ട, ഫിക്സഡ് അസറ്റ് വിൽക്കുക എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസീറ്റ് ആണ്. ഏത് ഫിക്സഡ് അസറ്റ് വിറ്റ് കാശ് കിട്ടുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും അത് ക്യാപിറ്റൽ നാച്ചുറലാണ്. പക്ഷെ ഇവിടെ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ബ്രാക്കറ്റിനുള്ളിൽ തന്നിട്ടുണ്ട്. ബുക്ക് വാല്യൂ ഓഫ് ഫേർണിച്ചർ ഇസ് ഓൺലി 4,400.
അതായത് ഫർണിച്ചറിന്റെ യഥാർത്ഥത്തിലുള്ള ബുക്ക് വാല്യൂ എത്ര മാത്രമാണ്? 4400 രൂപ മാത്രമാണ്. അത് വിറ്റപ്പോൾ 4400 രൂപയുള്ള ഫർണിച്ചർ വിറ്റപ്പോൾ 5000 രൂപ നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കൊന്ന് ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 6000 600 റുപ്പീസ്, 600 രൂപയുടെ ലാഭം നമുക്കുണ്ടായിരിക്കുന്നു. ആ ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ ടു കൺസിഡറേഷൻ ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ 600 രൂപ ലാഭം, വിച്ച് സൈഡ് വിൽ യു ഓപ്റ്റ്? ഇൻകം സൈഡ് ഓർ എക്സ്പെൻഡിച്ചർ സൈഡ്? ലാഭമായതുകൊണ്ട് നമ്മൾ ഇൻകം സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 5000 minus 4400, that is 600 rupees. In case the book value of furniture is 6000 rupees, then what will be your treatment? എന്തായിരിക്കും ട്രീറ്റ്മെന്റ്? ഫർണിച്ചറിന്റെ വില 6000 രൂപയും അത് വിറ്റത് 5000 രൂപയ്ക്കുമാണെങ്കിൽ ഡെഫിനറ്റ്ലി there is a loss. A loss on sale of furniture is 1000 rupees. Losses must be placed on expenditure side, not income side. അവിടേക്ക് 1000 രൂപ എന്ന് എഴുതുക, അല്ലാതെ ഈ 5000 ഒരു കാരണവശാലും അവിടേക്ക് എഴുതരുത്. ഈ 5000 നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡിൽ ഫർണിച്ചറിന് ഈ എമൗണ്ട്, അതിന്റെ 4400, അതിന്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് മൈനസ് ചെയ്തുകൊണ്ട് കാണിക്കാം. പക്ഷെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ആ ഒരു കാര്യം ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. Now we shall analyze the payment side. Furniture purchase, any fixed asset purchase must be treated as capital expenditure. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്താലും അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് വേണം പരിഗണിക്കാൻ. റെന്റ് ആവർത്തന സ്വഭാവമുള്ളതാണ്, റവന്യൂ ഐറ്റം. സെക്രട്ടറീസ് ഓണറേറിയം, സെക്രട്ടറിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓണറേറിയം എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതും ഇടയ്ക്കിടയ്ക്ക് നൽകേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അതിനെ റവന്യൂ നാച്ചുറൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, പോസ്റ്റേജ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ജനറൽ എക്സ്പെൻസസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ കൃത്യമായി ക്വസ്റ്റ്യനിൽ വേണം ജനറൽ എക്സ്പെൻസിൽ ഇത്ര ശതമാനം ക്യാപിറ്റലായും ഇത്ര ശതമാനം റവന്യൂ ആയിട്ടും പരിഗണിക്കണം എന്നൊക്കെ വേണം. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ജനറൽ എക്സ്പെൻസസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഡെഫിനറ്റ്ലി റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓഡിറ്റ് ഫീ ആനുവലി നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആനുവലായിട്ടെങ്കിലും കൊടുക്കുന്ന ഫീയാണ്, റെക്കറിംഗ് നാച്ചർ ഉള്ളതാണ്. ദെൻ ഇഗ്നോർ ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? റെന്റ്, സെക്രട്ടറീസ് ഓണറേറിയം, പോസ്റ്റേജ്, ജനറൽ എക്സ്പെൻസസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓഡിറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് കണ്ടത്. മറ്റുള്ള ഇത് ഫർണിച്ചർ പർച്ചേസ് നമ്മൾ എന്തൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ പരിഗണിക്കും. ഓക്കെ, we shall see the solution. മുകളിൽ ട്രിച്ച് റിക്രിയേഷണൽ ക്ലബ് നൽകുക. ഇറ്റ് ഹാസ് ടു സൈഡ്സ്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ഫോർ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഫോർ ഇൻകംസ്. നമ്മൾ സ്പോട്ട് ഔട്ട് ചെയ്ത റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പേയ്മെന്റ് സൈഡ്, അവിടുത്തെ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് എടുത്ത് ഇവിടുത്തെ ഡെബിറ്റ് സൈഡിലേക്കും, അവിടുത്തെ ഡെബിറ്റ് സൈഡിൽ നിന്ന് എടുത്ത് ഇവിടുത്തെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടത്. റിസീറ്റ് സൈഡിൽ നിന്ന് ഇൻകം സൈഡും പേയ്മെന്റ് സൈഡിൽ നിന്ന് എക്സ്പെൻഡിച്ചർ സൈഡും ഫില്ല് ചെയ്യുക. റെന്റ്, സെക്രട്ടറീസ് ഓണറേറിയം, പോസ്റ്റേജ്, ജനറൽ എക്സ്പെൻസസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓഡിറ്റ്. നമ്മൾ സ്പോട്ട് ഔട്ട് ചെയ്ത അതേ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. ഇൻകം സൈഡിൽ ഡിവിഡൻഡ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, മെമ്പർ സബ്സ്ക്രിപ്ഷൻ, ലോക്കർ റെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. അത് ഇൻകം ആണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് ഇൻകം ആയിട്ട് 5000 4400 മൈനസ് 600. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ്പെൻഡിച്ചർ സൈഡ് ഇസ് മോർ. എത്രയാണ് ഇതിന്റെ ടോട്ടൽ? 73,880. സെയിം ടോട്ടൽ ഈസ് placed here. Then you have to ascertain the difference. You will get a difference of 2400, which indicates deficit. Why? Because the expenditure side is more. So what is under the by deficit transferred to capital fund? Excess of expenditure over income. Okay, let's move on to the next. See, നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ വരാനിടയുള്ള അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറിച്ചാണ്. റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് പുറമെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൂടി തരും. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ, ഹൗ ടു ടാക്കിൾ ദാറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ, ഹൗ ടു ടാക്കിൾ അഡ്ജസ്റ്റ്മെന്റ്സ് തുടങ്ങിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ലിഗസി നിങ്ങൾക്കറിയാം, ദി എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദി വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ലിഗസിനെ സംബന്ധിച്ചിടത്തോളം ജനറലി സ്പീക്കിംഗ് ലിഗസി ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. Or in other words,
legacy must be capitalized. It must be added to capital fund. Generally, അതാണ് പറയാനുള്ളത്. In some cases, if the amount of legacy is very small, you can treat it as a revenue receipt as per the instructions in the question. ക്വസ്റ്റ്യനിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ലിഗസിനെ വേണമെങ്കിൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റവന്യൂ റെസീറ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻകം സൈഡിലേക്ക് എഴുതണം. അല്ലാതെ ജനറലായി പറയുമ്പോൾ ലിഗസി എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. അതിനെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി കൂട്ടിക്കാണിക്കാണ് വേണ്ടത്. നമ്മൾ ആ 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി 3ാമത്തെ കേസിലേക്ക് കിടക്കുന്നു. അതായത് ഇങ്ങനെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരികയും ഇതുപോലൊരു അഡീഷണൽ ഇൻഫർമേഷൻ തരികയും ചെയ്യുന്ന പ്രത്യേക സിറ്റുവേഷൻ. എന്താണ് അഡീഷണൽ ഇൻഫർമേഷൻ? ഹാഫ് ഓഫ് ദി ലിഗസി ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് തരാം. അതല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി എമൗണ്ട് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് ഇൻകം. അങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഇങ്ങനെയാണ് തരാറുള്ളത്. രണ്ടും കൂടി ഒന്നിച്ച് സാധാരണ രീതി തരാറില്ല. അപ്പൊ 8000 രൂപ ലെഗസി ആയിട്ട് കിട്ടി. വിൽപത്രം അനുസരിച്ച് 8000 രൂപ കിട്ടി. അപ്പൊ ആ വിൽപത്രം അനുസരിച്ച് 8000 രൂപ കിട്ടിയതിൽ പകുതി നമ്മൾ ഇൻകം ആയി കണക്കാക്കണം, മറുപകുതി നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ 8000ന്റെ പകുതി 4000 നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു. മറ്റേ പകുതി 4000 ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി മറ്റു പല ഐറ്റംസും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് നമ്മൾ ഇതിന് ലിഗസിന്റെ പകുതി 4000 രൂപ കൂട്ടാനായി ആഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും. ഇതൊരു പ്രത്യേക സിറ്റുവേഷൻ. പൊതുവായി പറയുമ്പോൾ ലിഗസിനെ ക്യാപിറ്റലൈസ് ചെയ്യണം, ഈ 8000 ഇവിടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു രീതിയിൽ പറഞ്ഞത്. ഇതാണ് ലിഗസിയായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ്. ഇത് തന്നെ ഡൊണേഷന്റെ കാര്യത്തിൽ, എൻട്രൻസ് ഫീന്റെ കാര്യത്തിൽ, അതേപോലെ ലൈഫ് മെമ്പർഷിപ്പ് ഫീന്റെ കാര്യത്തിലും ഇതേപോലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായേക്കാനുള്ള ഇടയുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് കടക്കുന്നു. ലിഗസി കഴിഞ്ഞു. ഇനി നമ്മൾ ലിഗസി കഴിഞ്ഞു. അവിടെ ഞാൻ എൻട്രൻസ് ഫീസിനെ കുറിച്ച് പറഞ്ഞു, അഡ്മിഷൻ ഫീയെ കുറിച്ച് പറഞ്ഞു, ലൈഫ് മെമ്പർഷിപ്പ് ഫീയെ കുറിച്ച് പറഞ്ഞു. അഡ്ജസ്റ്റ്മെന്റ് തരികയാണെങ്കിൽ ഇങ്ങനെ ഹാഫ് ഇൻകം ആയിട്ടും മറു ഹാഫ് ക്യാപിറ്റലൈസ് ചെയ്യുക. ഇനി ഹാഫ് ആവണമെന്നില്ല, വേറൊരു പ്രൊപ്പോർഷൻ അയക്കാൻ തന്നേക്കാം. 60-40, 60% ഇൻകം ആയിട്ട് 40% ക്യാപിറ്റലൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റിലേക്ക് കിടക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്. അത് നിർബന്ധമായും എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാകാനിടയുള്ളതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ലെസൺസിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി മടങ്ങി പോകുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് ഓൺലി ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ കറണ്ട് ഇയർ. കൊല്ലവുമായി കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരാൾ നിങ്ങളോട് ചോദിക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്താണ് അപ്പിയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ യുവർ ആൻസർ മസ്റ്റ് ബി സ്പെസിഫിക്. എന്തായിരിക്കണം ആൻസർ? items of revenue nature belonging to the current year. കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ ഐറ്റംസ് എല്ലാം എവിടെ കണ്ടെയ്ൻ ചെയ്യുന്നു? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നായിരിക്കണം നിങ്ങളുടെ ഉത്തരം. ഏറ്റവും ബ്രീഫായി നിങ്ങൾക്ക് നൽകാവുന്ന ഉത്തരം അതാണ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റവന്യൂ ആയിട്ടാണ് നമുക്കറിയാം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വേണ്ട എന്താണ്? ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്താണ് question of how to ascertain the amount of subscription to be credited to income and expenditure account. Income and expenditure account ഉള്ള amount of subscription എങ്ങനെ ascertain ചെയ്യാൻ, how to find out. Okay. Question വായിക്കാം. Anand Sports Club received 1,75,000 rupees as subscription for the year ended 31st March 2016. 1,75,000 രൂപയാണ് മാർച്ച് 26 അവസാനിച്ച കൊല്ലം അതിന് സബ്സ്ക്രിപ്ഷൻ ആയി കിട്ടിയത്. അവിടെ 2 ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? കറണ്ട് ഇയർ ഏതാണ്? കറണ്ട് ഇയർ 2016 മാർച്ചിൽ അവസാനിച്ചതാണ് കറണ്ട് ഇയർ. എത്ര എമൗണ്ട് ആണ് കിട്ടിയത്? 1,75,000. Consider the following adjustments and mention whether we should add or deduct each item to find out the subscription for the year 2016. 2016 യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ കിട്ടിയെന്നോ
അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കൊടുത്തു എന്നതൊന്നും അല്ല അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ആ കൊല്ലം യഥാർത്ഥത്തിൽ എത്ര രൂപ ആകെ കിട്ടാനുണ്ടായിരുന്നു എന്നതാണ്. കിട്ടാനുള്ള എമൗണ്ട് മാത്രമല്ല, ആ കൊല്ലത്തിൽ മുഴുവനായി ആകെ എത്ര രൂപ സബ്സ്ക്രിപ്ഷനായി കിട്ടേണ്ടിയിരുന്നു എന്ന്. ഈ 1,75,000 രൂപ എന്ന് പറയുന്നത് ആ കൊല്ലം കിട്ടാനുള്ള മൊത്തത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെ നോക്കൂ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 മാർച്ച് 2016. അപ്പോൾ കറണ്ട് ഇയറിന്റെ അവസാനം, പ്രസന്റ് ഇയറിന്റെ അവസാനം, ചില ആളുകൾക്ക് തോന്നും പ്രസന്റ് ഇയർ എന്ന് പറയുമ്പോൾ ഈ 2020 അല്ലേ? അല്ല, 2020 എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകത്തുള്ളതാണ്. ഈ ക്വസ്റ്റ്യന്റെ ലോകത്ത് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് 26-ന് അവസാനിച്ച 31 മാർച്ച് 26-ന് അവസാനിച്ച വർഷം കറണ്ട് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു. സോ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 മാർച്ച് 2016, ഈ കൊല്ലത്തിന്റെ അവസാനം 15,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. എന്നാൽ ഈ കൊല്ലത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ കൊല്ലവുമായി ബന്ധപ്പെട്ടതാണ് ഈ 1 ഏപ്രിൽ 2015 തരുന്ന, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിൽ തരുന്ന എല്ലാവരും കഴിഞ്ഞ കൊല്ലവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ കൊല്ലം 20,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. അത് ഇക്കൊല്ലം കിട്ടിയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. അതായത് ഈ 1,75,000-ൽ ഈ 20,000 രൂപ ഉണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ളതാണ്. ഈ കൊല്ലം അത് മുഴുവനായി തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് നമ്മൾ അസ്യൂം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1 ഏപ്രിൽ 2015, ഈ കൊല്ലത്തിന്റെ തുടക്കത്തിൽ 16,000 രൂപ അഡ്വാൻസ് ആയി കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓപ്പണിംഗ് ഡേറ്റ് തന്ന വിവരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്, കഴിഞ്ഞ കൊല്ലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലം അഡ്വാൻസ് ആയി കിട്ടിയത് ഏത് കൊല്ലവുമായി ബന്ധമുള്ളതായിരിക്കും? കറണ്ട് ഇയറുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31 മാർച്ച് 2016, 12,000. എന്താണ് അതിനർത്ഥം? ഈ കൊല്ലം കിട്ടി 12,000 രൂപ. അപ്പൊ ഈ കൊല്ലം കിട്ടിയതൊക്കെ ഇതിലുണ്ട്, ഈ 1,75,000-ലുണ്ട്. അതിൽ ഈ 12,000 രൂപ ഉൾപ്പെടുന്നു. അപ്പൊ ഈ 12,000 രൂപ യഥാർത്ഥത്തിൽ അഡ്വാൻസ് ആയി കിട്ടിയതാണ്. അതായത് 17 അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് കിട്ടിയതാണ്, നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി കിട്ടിയതാണ്. അപ്പൊ ഈ 1,75,000 നമ്മൾ ഈ 12,000 രൂപ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക, ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യുക. നമ്മളവിടെ തുടങ്ങുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1,75,000 ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2016, 15,000. ഈ കൊല്ലത്തിന്റെ അവസാനം കിട്ടാനുള്ളതാണ്. അപ്പൊ ഈ കൊല്ലമായിട്ട് ബന്ധമുള്ളതാണ്, നമ്മൾ ആഡ് ചെയ്യുന്നു. 1,90,000 എന്ന ആൻസർ കിട്ടുന്നു. ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1 ഏപ്രിൽ 2015, കഴിഞ്ഞ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനുള്ളത് 20,000 രൂപ. അത് ഈ കൊല്ലം കിട്ടിയിട്ടുണ്ടാവും. ഈ 1,75,000-ൽ 20,000 ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ കൊല്ലമായിട്ട് ബന്ധമുള്ളതാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് വേണ്ടത് ഈ കൊല്ലത്തെ മാത്രമാണ്. മൈനസ് ലെസ് 20,000, നമുക്ക് 1,70,000 കിട്ടി. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31 മാർച്ച് 2016, അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ കിട്ടിയത്. അപ്പം അടുത്ത കൊല്ലമായിട്ട് ബന്ധമുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒഴിവാക്കുന്നു, ലെസ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. then you will get 1,58,000. then add subscription received in advance as on 1 April 2015, 2015 അഡ്വാൻസ് ആയി കിട്ടിയത്. 2015 അഡ്വാൻസ് ആയി കിട്ടുന്ന ഏത് കൊല്ലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും? കറണ്ട് ഇയർ ആയ 2016-ലേക്ക് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് ഈ കൊല്ലമായിട്ട് ബന്ധമുള്ളതാണ് എന്നതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നു. 1,24,000. ഇതാണ് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള രീതി. നമ്മൾ നോക്കേണ്ടത് എന്ത് മാത്രമാണ്? ആ ഐറ്റം തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആഡ് ചെയ്യുക. കഴിഞ്ഞ കൊല്ലമോ വരും കൊല്ലങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധമുള്ളതാണെങ്കിൽ മൈനസ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇതൊരു ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത് ചെയ്യാൻ. പരിഹാരം ചെയ്യുന്ന ആളുകളും ഉണ്ട്. കാരണം ഈ 4 രീതിയിൽ ചോദിക്കാനിടയുള്ളൂ, ആഡ് ചെയ്യുകയും ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അതല്ല, നമ്മൾ ഡിസൈറബിൾ പ്രാക്ടീസ് മനസ്സിലാക്കി പഠിക്കൽ തന്നെയാണ്. അപ്പിയറൻസ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മളിത് സബ്സ്ക്രിപ്ഷനായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി, ഇതിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, ഒരു മോഡലായിട്ട് എടുക്കുന്നു. പിന്നെ അല്ലാതെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നോക്കൂ, ആനന്ദ് സ്പോർട്സ് ക്ലബ് റിസീവ്ഡ് 1,75,000 rupees ആസ് സബ്സ്ക്രിപ്ഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ. പക്ഷേ നേരത്തെ നമ്മൾ എന്താ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്ന് മാത്രം ഡിസ്കസ് ചെയ്തു. ഇവിടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്ന് കൂടി കാണിക്കും. ഓരോ ഇൻഫർമേഷൻ ഉണ്ട്. ഇത് ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയെന്ന് നമ്മൾ കാണിക്കുന്നത്. 2 തരം ബാലൻസ് ഷീറ്റാണ് നമുക്കുള്ളത്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, മറ്റത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2016, കൊല്ലത്തിന്റെ അവസാനത്തെ ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ ആണ്, കിട്ടാനുള്ളതൊക്കെ അസറ്റ് ആണ്. സോ നമ്മൾ അതിന്റെ അസറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതുന്നു. ഒരു കറണ്ട് അസറ്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2016.
ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2015 ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ബന്ധപ്പെട്ട കൊല്ലാണ്. ഓപ്പണിംഗ് ഡേറ്റ് ആണ്, കൊല്ലത്തിന്റെ തുടക്കത്തിലുള്ള ദിവസമാണ്. April 1 തുടങ്ങി 31 മാർച്ചിന് അവസാനിക്കുന്നതാണല്ലോ അക്കൗണ്ടിംഗ് ഇയർ. So definitely it appears on the asset side of opening balance sheet. The subscription received in advance as on 1st April 2015. Received in advance നേരത്തെ സ്വീകരിച്ചത് എന്തും ലയബിലിറ്റി ആണ്. കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചിരുന്നു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി. അപ്പോൾ ഇത് ഓപ്പണിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസിന്റെ ലയബിലിറ്റി സൈഡിൽ കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31 March 2016. ഇത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ അത് ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സെയിം പ്രോബ്ലം തന്നെയാണ്. ഇനി സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട അടുത്തത്, ഹൗ ടു പ്ലേസ് സബ്സ്ക്രിപ്ഷൻ ഇൻ ദി ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കും ഈ പറഞ്ഞ വിവരം? ഇത് ഒരു ഡിഫറെന്റ് ആയ രീതിയിലാണ് ഇത് പ്രോബ്ലം നമുക്കുള്ളത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ്. അതിൽ സബ്സ്ക്രിപ്ഷൻ, അപ്പം ഇയറിൽ മാറ്റില്ല. 2016 തന്നെയാണ് കറണ്ട് ഇയർ. 2016 ആകെ 75,000 രൂപ കിട്ടി. ഈ 75,000 രൂപ 2015 ബന്ധപ്പെട്ട് 2,000, 2016 ബന്ധപ്പെട്ട് 70,000, 2017 ബന്ധപ്പെട്ട് 3,000 രൂപയാണ് കിട്ടിയത്. അങ്ങനെയാണ് മൊത്തം 2016 75,000 രൂപ കിട്ടിയത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ദി എമൗണ്ട് ആക്ച്വലി റിലേറ്റിംഗ് ടു ദി കറണ്ട് ഇയർ ഏതാണ്? 70,000. ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട് 70,000 രൂപയാണ് കിട്ടിയത്. പക്ഷേ ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട എക്സാക്ട് എമൗണ്ട് 70,000 ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കാരണം ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട് മുഴുവൻ എമൗണ്ടും ഒറ്റയടിക്ക് തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. ഈ 70,000 എന്തൊക്കെ ഉണ്ടാവാം? വേറെ എന്തെങ്കിലും, അതായത് വേറെ 2015 17 ബന്ധപ്പെട്ടൊന്നും ഉണ്ടാവില്ല. ഇത് 2016 ബന്ധപ്പെട്ട എമൗണ്ട് തന്നെയാണ്. 75,000 ഈ കഴിഞ്ഞ കൊല്ലത്തും വരും വർഷത്തിലും എമൗണ്ട് ഉള്ളത്. 75,000 70,000 രൂപ 2016 ബന്ധപ്പെട്ട് തന്നെയാണ് കിട്ടിയത്. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല ഈ 70,000 രൂപ മാത്രമേ 2016 കിട്ടേണ്ടതുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. സബ്സ്ക്രിപ്ഷനായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കൂടിയ എമൗണ്ട് കിട്ടാനുണ്ടാവും. അത് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനി നോക്കൂ എങ്ങനെയാണ് ഈ ഐറ്റംസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. 2015 2,000 രൂപ, 2015 2,000 രൂപ എന്ന് പറയുന്നത് ഈ കൊല്ലാണല്ലോ, 2016 കിട്ടിയത്. അപ്പം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് 2,000 രൂപ കിട്ടാനുണ്ടായിരുന്നു എന്ന് കാണിക്കണം. ഇത് അസെറ്റ് സൈഡാണ്. അസെറ്റ് സൈഡിൽ 2,000 എന്ന് കാണിക്കണം. ഇനി ഈ 70,000 രൂപയെ എങ്ങോട്ട് എടുക്കും? ഈ കൊല്ലം കിട്ടിയതാണ്. ഇൻകം സൈഡിലേക്ക്, ഈ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഇൻകം സൈഡിലേക്ക് കാണിക്കുന്നു. വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയോ ഡിഡക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി 2017 ബന്ധപ്പെട്ട് ഒരു 3,000 രൂപ കിട്ടി. അതെന്തായിരിക്കും? കിട്ടിയത് 2016. സോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണിത്. അത് നമ്മൾ കാണിക്കുന്നത് ലയബിലിറ്റി സൈഡ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്. അപ്പം ഇത് എവിടെയാണ് അതിനെ പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ഇത് ഇൻകം ആണ്, 70,000 ഇങ്ങോട്ട് എടുക്കുന്നു ഇൻകം സൈഡിലേക്ക്. 2017 ലയബിലിറ്റി സൈഡിലേക്ക്, കാരണം അത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഈ രീതിയിൽ വേണം ചെയ്യാൻ. ഇനി സെയിം ഇൻഫർമേഷൻ വിത്ത് സം അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. The club has 100 members, each paying an annual subscription of 900. ഇങ്ങനെ തന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ വളരെ ഈസി ആയി എന്നാണ് അർത്ഥം. ക്ലബിന് 100 മെമ്പർമാരുണ്ട്. അതിൽ ഓരോരുത്തരും നൽകേണ്ടത് 900 റുപ്പീസാണ്. വളരെ സിമ്പിൾ ആണ്. കാരണം 100 × 900 ഇതാണ് ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സബ്സ്ക്രിപ്ഷൻ. ഇങ്ങനെ തന്നാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ 100 × 900 90,000 ഇങ്ങോട്ട് സിമ്പിളായി എഴുതാവുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് 90,000 എഴുതിയാൽ മതി. മനസ്സിലായത്? വളരെ സിമ്പിളാണ്. 100 × 900 എന്ന് എഴുതാം. വെറുതെ 70,000 ഉണ്ട് അതിനോട് 20,000 കൂട്ടുക ഇങ്ങനെയുള്ളതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ഇനി അടുത്ത് നോക്കൂ. അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പായാലും 90,000 രൂപ ആണ് കിട്ടേണ്ടത്. പക്ഷേ എത്രയും കിട്ടിയുള്ളൂ? 2016 ബന്ധപ്പെട്ട് 70,000. ഡിഫറൻസ് ഇൻഡിക്കേറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. അത് നമ്മൾ ആഡ് ചെയ്യും കിട്ടാനുള്ളത്.
അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കിട്ടിയോ എന്നത് പ്രശ്നമല്ല, യഥാർത്ഥത്തിൽ എത്രയാണോ കിട്ടാനുള്ളത്, ആകെ കിട്ടാനുള്ളത് അത് മാത്രമാണ് നോക്കുന്നത്. 70,000 കിട്ടിക്കഴിഞ്ഞതും 20,000 രൂപ കിട്ടാനുള്ളതും ചേർത്ത് മൊത്തം 90,000 രൂപ. നോക്കൂ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ December 31, 2015 വർ 3,800 rupees. അപ്പോൾ കഴിഞ്ഞ കൊല്ലവുമായി ബന്ധപ്പെട്ട് 3,800 രൂപ കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ എത്രയേ കിട്ടിയുള്ളൂ? 2,000 കിട്ടിയുള്ളൂ. കഴിഞ്ഞ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട് 2,000 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. ശരിക്കും 3,800 രൂപ കിട്ടേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് അത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 3,000 ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വന്നപ്പോൾ കണ്ട മാറ്റം കണ്ടോ? ഇതിന് മുന്നേ നമ്മൾ 2,000 എഴുതിയത്, അഡീഷണൽ ഇൻഫർമേഷൻ വന്നപ്പോൾ 2,000 അല്ല, പകരം 3,800 ആണെന്ന് നമുക്ക് മനസ്സിലായി. 3,800ഉം 2,000 തമ്മിൽ വ്യത്യസ്തം 1,800 രൂപ ഇപ്പോഴും കിട്ടാനുള്ളതാണ്. ഇപ്പോഴും അത് കിട്ടാനുള്ളതാണ്. ഇനി ഈ 3,000ന്റെ കാര്യം, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ 3,000 കാണിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ. ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാണ്? 2016 ബന്ധപ്പെട്ട് ഒരു 20,000 കിട്ടാനുണ്ട്. 2015 ബന്ധപ്പെട്ട് 1,800 കിട്ടാൻ. 3,800 2,000 മൈനസ് ചെയ്ത് 1,800, രണ്ടും കൂടി ചേർത്ത് 21,800 എന്നാണ്, 21,800 എന്നാണ് എഴുതുന്നത്. 20,000 പ്ലസ് 1,800 ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഒക്കെ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈഡാണ്. അതായത് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചോദിക്കുന്നത് ഈ രീതിയിലൊക്കെയാണ്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ അപൂർവമായി മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ദാറ്റ് വിൽ ബി ഷോൺ ആസ് സബ്സ്ക്രിപ്ഷൻ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31 March 2017. സബ്സ്ക്രിപ്ഷൻ 3 വർഷങ്ങൾ കഴിഞ്ഞ അതേപോലെ തന്നെ 15, 16, 7,500, 16, 17, 60,000, 17, 18, 1,500 അങ്ങനെ 3 രീതിയിൽ തന്നിട്ടുണ്ട്. നമ്മുടെ കറണ്ട് ഇയർ ഏതാണ്? 31 March 2017. ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് എഴുതി വെച്ചേക്കണം. 2017 March 31 അവസാനിക്കുന്നതാണ് കറണ്ട് ഇയർ. ഈ ടോട്ടൽ കിട്ടിയത് 69,000 ആണ്. പക്ഷെ 69,000 ഈ 3 കൊല്ലങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട എമൗണ്ട് ഏതാണ്? 2016, 17 ബന്ധപ്പെട്ട 60,000. കാരണം 17 അവസാനിക്കുന്നതാണല്ലോ, 60,000 രൂപയാണ് എടുക്കുന്നത്. ഇനി അഡ്ജസ്റ്റ്മെന്റ് നോക്കൂ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2016-17 ഈസ് 2,400. Subscription for 2016-17 received in 2015-16 was 1,000. ഈ രണ്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യണോ ഡിഡക്ട് ചെയ്യണോ? നമ്മുടെ ബേസ് ഏതാണ്? ഈ 60,000. 60,000-നോടുകൂടി ഏതാണ് ആഡ് ചെയ്യേണ്ടത്, ഏതാണ് ഡിഡക്ട് ചെയ്യേണ്ടത്? ഈ കൊല്ലത്തിന്റെ അവസാനം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ 2,400 എന്ന് പറയുന്നത് ഈ കൊല്ലവുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആഡ് ചെയ്യണം. 2,400 ആഡ് ചെയ്യുക. ഇത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ ആണ്. 2015-16 ഈ കൊല്ലം അഡ്വാൻസ് ആയി 1,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഏത് കൊല്ലത്തേക്ക് വേണ്ടി? നമ്മുടെ കറണ്ട് ഇയർ ആയ 2017 വേണ്ടി. അപ്പൊ ഈ 1,000 ഈ കൊല്ലമായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും ആഡ് ചെയ്യണം. അപ്പൊ നോക്കൂ, ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇൻകം സൈഡിൽ നമ്മൾ എഴുതി, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി സബ്സ്ക്രിപ്ഷൻ 60,000 ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2016-17 ഈ കൊല്ലത്തിന്റെ അവസാനം കിട്ടാനുള്ളത്. ഇത് കഴിഞ്ഞ കൊല്ലം കിട്ടിയത് ഈ കൊല്ലത്തേക്ക് വേണ്ടി അതുകൂടി ആഡ് ചെയ്യും. ഈ കൊല്ലമായിട്ട് ബന്ധമുള്ളത് എന്തോ 63,000 ടോട്ടൽ കിട്ടുന്നു. ഇതാണ് സോൾവ് ചെയ്യേണ്ട മെത്തേഡ്. സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചധികം എന്ന് പറയാനില്ല, 2-3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. അടുത്ത് നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ദി പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആയിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്. കാൽക്കുലേറ്റ് ദി പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി to be debited to income and expenditure account for the year ending 31 March 2018. അപ്പോൾ പല വൈറ്റൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ് ഐറ്റം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അത് ഒരു എക്സ്പെൻഡിച്ചർ ആണ്. സ്റ്റേഷനറി വാങ്ങുക പറയുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ആണ്. ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട എമൗണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. And also show how it will appear in the balance sheet as on 31 March 2018. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കും എന്ന് കൂടി പറയാം. ഇനി നോക്കൂ. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് 2017-2018. അതായത് ഈ കറണ്ട് ഇയറിൽ 2018 അവസാനിക്കുന്ന കറണ്ട് ഇയറിൽ 1,500 രൂപയാണ് സ്റ്റേഷനറി ഇനത്തിൽ നമ്മൾ നൽകിയത്. 1,500 രൂപയാണ് നൽകിയത്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 1 April 2017. ഈ കൊല്ലത്തിന്റെ തുടക്കത്തിൽ 300 രൂപ സ്റ്റേഷനറി ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31 March 2018 200 rupees. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റേഷനറി നമ്മൾ വാങ്ങിയത് 1,500 രൂപ. ആ വാങ്ങിയത് നേരെ എടുത്ത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുന്നതല്ല യഥാർത്ഥത്തിലുള്ള ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ്. പിന്നെ എന്താ ചെയ്യേണ്ടത്?
The amount of stationery actually consumed during the current year ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. യഥാർത്ഥത്തിൽ എത്ര സ്റ്റേഷനറി നമ്മൾ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു സിമ്പിളായ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. കൊല്ലത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് 2 പേനകൾ ഉണ്ടായിരുന്നു. അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോൾ നിങ്ങളൊരു 10 പേന കൂടി വാങ്ങി. ആ കൊല്ലം മുഴുവനായി നിങ്ങളൊരു 10 പേന വാങ്ങി. കൊല്ലത്തിന്റെ അവസാനം നിങ്ങളുടെ കയ്യിൽ 5 പേനകൾ ബാക്കിയുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര പെന്നുകൾ ഉപയോഗിച്ചു? നമ്പർ ഓഫ് പെൻസ് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദി അക്കാഡമിക് ഇയർ എത്ര എന്ന് നമ്മൾ കണ്ടെത്തണം. 2 തുടക്കത്തിലുണ്ടായിരുന്നു, 10 എണ്ണം വാങ്ങി, കൊല്ലത്തിന്റെ അവസാനം 5 എണ്ണം. എത്ര ഉണ്ട്? 2 + 10 ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ടോട്ടൽ പർച്ചേസ് 2 + 10 12. അപ്പം 12 എണ്ണം ഇപ്പം നിങ്ങളുടെ അടുത്തുണ്ട്, 5 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ 12 - 5 7 എണ്ണം കൺസ്യൂം ചെയ്യും. സെയിം ലോജിക്കാണ് നമ്മൾ ഇവിടെയും സ്വീകരിക്കേണ്ടത്. 1500 സ്റ്റേഷനറി വാങ്ങി, 1500 രൂപയ്ക്കുള്ള വാങ്ങി, ഓപ്പണിംഗ് 300, 200 ബാക്കിയുണ്ട്. സോ ഇങ്ങനെ ചെയ്യാം, 300 + 1500 - 200, ഓപ്പണിംഗ് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ബാലൻസ്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നോക്കൂ, എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് അതെടുത്തു. 300 + 1500 - 200, 1600 രൂപയുടെ സ്റ്റേഷനറി നിങ്ങൾ കൺസ്യൂം ചെയ്തു. സ്റ്റേഷനറി കൺസ്യൂം. പിന്നെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ അത് കാണിക്കുന്നു? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 200. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഈ 300. ഇതാണ് എൻ്റെ ഒരു മെത്തേഡ്. മനസ്സിലായിട്ടുണ്ടാവുന്ന കാര്യം. ഇനി അടുത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൈസ് സ്പെസിഫിക് പർപ്പസ് ഫണ്ടാണ്. ഇറ്റ് ക്യാൻ ബി ടൂർണമെന്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, അങ്ങനെ എന്ത് പേരുള്ള ഫണ്ട്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ടിനാണ് നമ്മൾ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്, മറ്റുള്ളത് പോലെയല്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ തിയറി പോർഷനിൽ നമ്മൾ കണ്ടിരുന്നു, പ്രൈസ് ഫണ്ട് അല്ലെങ്കിൽ വേറെ എന്ത് തരം ഫണ്ടാണെങ്കിലും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. കാരണം ആ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്ത ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, അത് പർപ്പസ് ഫുൾഫിൽ ചെയ്യാനുള്ള ലയബിലിറ്റി നമുക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ലയബിലിറ്റി സൈഡ് അത് കാണിക്കും. അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നുള്ള എല്ലാ ഇൻകംസും അതിനോടുകൂടി ലയബിലിറ്റി സൈഡിൽ ആഡ് ചെയ്യുകയും എല്ലാ ചെലവുകളും എക്സ്പെൻസസും നമ്മൾ ലയബിലിറ്റി സൈഡിൽ തന്നെ മൈനസ് ചെയ്യുകയും ചെയ്തിട്ട് നെറ്റ് പ്രൈസ് ഫണ്ട് എത്ര അല്ലെങ്കിൽ നെറ്റ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എത്ര ഉണ്ടെന്ന് എമൗണ്ട് കൊടുത്ത് നമ്മൾ കാണിക്കുകയും ചെയ്യും. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിലേക്കുള്ള എല്ലാ വരവുകളും ലയബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കണം. പ്ലസ് ചെയ്തിട്ട് എല്ലാ ചെലവുകളും ലയബിലിറ്റി സൈഡിൽ തന്നെ മൈനസ് ചെയ്തിട്ട് കാണിക്കണം. സാധാരണ ഇത് ഒരു ടെൻഡൻസി ഉണ്ടാവും, അതിന്റെ വരവുകൾ ഇൻകം സൈഡിലേക്ക് എടുക്കാനും ചെലവുകൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുക്കാനും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാനും ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ആ പ്രത്യേക ചെലവും അല്ലെങ്കിൽ വരവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട് ഉണ്ടെങ്കിൽ അതിനോടുകൂടി വേണം ആഡ് ചെയ്യലും ഡിഡക്ട് ചെയ്യലും നടത്താൻ, അല്ലാതെ ഇൻകം സൈഡിലേക്കും എക്സ്പെൻഡിച്ചർ സൈഡിലേക്കും എടുക്കരുത്. അപ്പൊ അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടോ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മനസ്സിലാക്കും. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൈസ് ഫണ്ട് ഓൺ 1/4/2017. ഇത് ഓപ്പണിങ്ങിലുള്ളതാണ്. ഡേറ്റ് കണ്ടാറില്ലേ? ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിങ്. 60,000 രൂപ തുടക്കത്തിലുണ്ടായിരുന്നു. ആ പണം നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. എവിടെയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 60,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് അസറ്റാണ്. ഇത് രണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന ഐറ്റം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ പ്രൈസ് ഫണ്ട്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് കേൾക്കുമ്പോൾ നേരെ ഇൻകം സൈഡിലേക്ക്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിലേക്ക് എടുക്കാനാണ് തോന്നുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം പ്രൈസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻട്രസ്റ്റ് ഈ പ്രൈസ് ഫണ്ടിനോട് കൂടി കൂട്ടി കാണിക്കണം. ഇയർ എൻഡിങ്ങിൽ പ്രൈസസ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രൈസ് ഫണ്ടാണ്, സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെലവാണ്. ചെലവ് നമ്മൾ ഈ പ്രൈസ് ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പ്രൈസ് ഫണ്ട് 12,000. ആ കൊല്ലത്തിൽ 12,000 രൂപ അഡീഷണൽ ആയിട്ട് ഡൊണേഷൻ വന്നു പ്രൈസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇതിനെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ അത് കൂട്ടി കാണിക്കുകയും വേണം. അതാണ് ചെയ്യേണ്ടത്. സൊല്യൂഷൻ. പ്രൈസ് ഫണ്ട് ബാലൻസ് ഷീറ്റ് ആണ്. ഇത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 60,000 രൂപയിൽ നമ്മൾ തുടങ്ങി. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയ 6,000 രൂപ അത് വരവാണ്, നമ്മൾ ആഡ് ചെയ്തു. ഇതൊരിക്കലും എന്ത് ചെയ്ത് ഇൻകം സൈഡിലേക്ക് എടുക്കരുത്. പിന്നെ ഡൊണേഷൻ ഫോർ പ്രൈസ് ഫണ്ട് ഇത് 12,000. അപ്പോൾ അതും പ്രൈസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പ്രൈസ് ഫണ്ട് എവിടെയാണോ ഉള്ളത് അവിടേക്കാണ് നമ്മൾ ഇത് കൊണ്ടുപോകേണ്ടത്. ആഡ് ചെയ്തു.
ഇനി ചെലവുണ്ടായിട്ടുള്ളത് ഒരു 8,000 രൂപയുടെയാണ്. 78,000 8,000 പോയാൽ 70,000 രൂപ. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രൈസ് ഫണ്ട് കിട്ടിയത് നമ്മൾ കയ്യിൽ ലിക്വിഡ് ക്യാഷ് വെക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ ഒരു നിക്ഷേപമാക്കിയിട്ടുണ്ട്, അത് നമ്മുടെ അസറ്റ് സൈഡിൽ നമുക്ക് കാണിക്കാം. എത്രയാണ് നമ്മൾ അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് കിടക്കും. അപ്പൊ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത് പ്രൈസ് ഫണ്ട് മാത്രം ആവണമെന്നില്ല. ടൂർണമെന്റ് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ഇങ്ങനെ പല പേരുകളിലും ഉണ്ടാവാം. അപ്പൊ എല്ലാത്തിന്റെയും ട്രീറ്റ്മെന്റ് ഒരുപോലെ തന്നെ. ഇനി അടുത്തതിലേക്ക് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നമ്മൾ കിടക്കും. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഫണ്ട് ഓഫ് കരൂർ സോഷ്യൽ ക്ലബ് ആസ് ഓൺ 31/3/2018. കറണ്ട് ഇയർ ഏതാണ്? 2018 അവസാനിച്ച ആണ്. പെർട്ടിക്കുലേഴ്സ് ആസ് ഓൺ 31/3/2018. എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് നോക്കാം. അപ്പൊ ഇത് നമ്മളോട് കുറെ വിവരങ്ങൾ തന്നെ അസറ്റും ലയബിലിറ്റി തന്നു. നമ്മൾ പണ്ട് പഠിച്ചൊരു ഇക്വേഷൻ, അസറ്റ് മൈനസ് ലയബിലിറ്റി ക്യാപിറ്റൽ. സെയിം ഇക്വേഷൻ ഇസ് ടു ബി അപ്ലൈഡ് ഹിയർ to find out capital fund. Furniture, building, subscription outstanding for 2018, 17, 18. അതുമായി ബന്ധപ്പെട്ട് 17ഉം 18ഉം ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കൊല്ലമായിട്ട് ബന്ധപ്പെട്ട് 10,000, കഴിഞ്ഞ കൊല്ലമല്ല, കറണ്ട് ഇയറിന്റെ അവസാനം കിട്ടാനുള്ളത് 10,000 രൂപ. അതേപോലെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 18-19, അഡ്വാൻസ് ആയി കിട്ടിയത് 5,000 രൂപ. ഇത് വരും വർഷത്തേക്ക്. ലോൺ ബോറോഡ്, നമ്മൾ കടമെടുത്തിട്ടുണ്ട് 10,000 രൂപ. ഇൻവെസ്റ്റ്മെന്റ് 20,000, ക്യാഷ് ഇൻ ഹാൻഡ് 4,000, ക്യാഷ് അറ്റ് ബാങ്ക് 6,000. ഇത്രയും വിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ക്യാപിറ്റൽ ഫണ്ടിനെ നമ്മൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് കണ്ടെത്തുകയും വേണം. അപ്പോൾ ഫർണിച്ചർ ഇൻഡീഡ് ഇസ് ആൻ അസറ്റ്, ബിൽഡിംഗ്സ് അസറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് again asset, subscription received in advance for the coming year is a liability. Income received in advance is a liability. Loan borrowed, definitely loan is a liability. Investments asset, cash in hand asset, cash at bank asset. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യേ വേണ്ടു. അസറ്റ് മൈനസ് ലയബിലിറ്റി ക്യാപിറ്റൽ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതാ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. 2 ലയബിലിറ്റീസ് എഴുതിയിട്ടുണ്ട്. യു വിൽ ഗെറ്റ് എ ബാലൻസിങ് ഫിഗർ ഹിയർ. That is 1,15,000. This side is more, liability asset side is more, 1,30,000. And you will get a balancing figure here on the liability side, capital fund balance 1,15,000. അതാണ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താനുള്ള മാർഗം. ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതി നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും ഇപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്ര എന്ന് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആ സാഹചര്യങ്ങളിൽ ഈ ഒരു മെത്തേഡിലൂടെ വേണ്ടി വരും നിങ്ങൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ. അപ്പൊ അവിടെ ഓപ്പണിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട അസറ്റും ലയബിലിറ്റിയും കണ്ടെത്തുക എന്നുള്ള ഒരു കഴിവാണ് നിങ്ങൾ അവിടെ കാണിക്കുക. അത് കണ്ടെത്താനുള്ള കഴിവാണ് നിങ്ങൾ പ്രകടമാക്കേണ്ടത്. അസറ്റ് ഏതാണ്, ലയബിലിറ്റി ഏതാണെന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് മനസ്സിലായെന്ന് കഴിയും. From the following receipts and അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക്. From the following receipts and payment account of Friends Football Club for the year ending 31st March 2017, prepare income and expenditure account for the year ending 31st March 2017 and the balance sheet as on that date. ഇവിടെ നമ്മൾ receipts and payment account പരിശോധിച്ച് ശരിക്കുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. Receipts and payment account with additional information തന്നിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് കഴിഞ്ഞ കൊല്ലം തന്ന പോലെ തന്നെ ട്രയൽ ബാലൻസ്, അവിടെ കഴിഞ്ഞ കൊല്ലം ട്രയൽ ബാലൻസും അഡീഷണൽ ഇൻഫർമേഷൻ ആണെങ്കിൽ ഈ കൊല്ലം receipts and payment account അഡീഷണൽ ഇൻഫർമേഷൻ ആണ് തരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ ക്ലബിന്റെ പേര് എന്താണ്? ഫുട്ബോൾ ക്ലബ്ബാണ്, ഫ്രാൻസ് ഫുട്ബോൾ ക്ലബ്. കറണ്ട് ഇയർ ഏതാണ്? 31st March 2017 അവസാനിക്കുന്ന കറണ്ട് ഇയർ ആണ്. 2017 അവസാനിക്കുന്നത്, 2017 മാർച്ച് 31 അവസാനിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഫ്രാൻസ് ഫുട്ബോൾ ക്ലബ്ബ് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, റിസീപ്റ്റ് സൈഡിൽ ക്യാഷ്, ബാങ്ക്, സബ്സ്ക്രിപ്ഷൻ, ലിക്കസി, collection for special dinner, furniture, sports materials purchase, special dinner expenses, electricity charges, closing bills. ഇത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു റിവ്യൂ നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ എന്താ തന്നത് നോക്കാം. The club had furniture of 12,000 rupees on 1st April 2016. നമുക്ക് കഴിഞ്ഞ കൊല്ലം തുടക്കത്തിൽ പിന്നെ എന്തുണ്ടായിരുന്നു? 12,000 രൂപ ഫർണിച്ചർ ഉണ്ടായി. ഇഗ്നോർ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം തുടക്കത്തിലല്ല, ഈ കൊല്ലത്തിന്റെ തുടക്കത്തിൽ.
കറണ്ട് ഇയറിന്റെ തുടക്കത്തിൽ 12,000 രൂപയുടെ ഫർണിച്ചറിന് ഒന്നും തേയ്മാനം നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. സോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അപ്പിയറൻ്റ് ആയിട്ടാണ്. പക്ഷേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2016-17. അപ്പോൾ ഈ കൊല്ലത്തിന്റെ അവസാനം സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളത് 600. ഈ കൊല്ലമായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ ആഡ് ചെയ്യേണ്ടതാണ്. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, സ്പോർട്സ് മെറ്റീരിയൽസ് ഓൺ 31/3/2017. അപ്പോൾ നോക്കൂ, ഈ 100 rupees യഥാർത്ഥത്തിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. അതേപോലെ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുമുണ്ട്. നമ്മൾ പഴയ ഇതിലേക്ക് ഒന്നുകൂടി പോകുന്നു. സബ്സ്ക്രിപ്ഷൻ, ലിഗസി, കളക്ഷൻ ഫോർ സ്പെഷ്യൽ ഡിന്നർ. പിന്നെ പേയ്മെന്റ് സൈഡിൽ ഫേർണിച്ചർ, സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്, സ്പെഷ്യൽ ഡിന്നർ എക്സ്പെൻസസ്. അപ്പം ഡിന്നറുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഒരു ഫണ്ട് സ്പെഷ്യൽ ഡിന്നറുമായിട്ട് ബന്ധപ്പെട്ട് 2,000 രൂപയുടെ, അതിനുവേണ്ടി ഒരു 1,500 രൂപ ചെലവാകുകയും ചെയ്തു. മെമ്പേഴ്സിനുള്ളതാണ്. ഫുട്ബോളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളത് അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടില്ല. അങ്ങനൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവസാനം ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ വരും. അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതെന്ന പഴയ എക്സസൈസ് ക്യാപിറ്റൽ റവന്യൂ ഐറ്റംസ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഡിസ്കഷൻസ് ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഈ ഒരു ഐറ്റം ആണ് ഇത് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ളത്. ഫർണിച്ചർ ക്യാപിറ്റലാണ്. സ്പോർട്സ് മെറ്റീരിയൽസ് ചെറിയ എമൗണ്ടും ആണ്. മാത്രമല്ല ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു എല്ലാ 10 കൊല്ലത്തേക്ക് കളിക്കുക ഒരു ഫുട്ബോൾ മേടിച്ചിട്ട് കാര്യമില്ല. എല്ലാ കൊല്ലവും ഇടയ്ക്കിടയ്ക്ക് 6 മാസങ്ങളിലോ ഒക്കെ വാങ്ങേണ്ടി വരും. ലിഗസി തീർച്ചയായിട്ടും ലിഗസി എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. പിന്നെ ബാക്കിയൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ സൊല്യൂഷനിലേക്ക് കടക്കും. നോക്കൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോക്കൂ. സ്പോർട്സ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് 800 രൂപയുടെ ഇത് വാങ്ങിയിരുന്നു. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 100 rupees-ന്റെ ഉണ്ടായി. അത് മൈനസ് ചെയ്യും. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്തതാണ് നമുക്ക് വേണ്ടത്. നേരത്തെ കണ്ട അതേപോലെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആയിരുന്നു, ഇവിടെ സ്പോർട്സ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ 700 രൂപയുടെയാണ് കൺസ്യൂം ചെയ്തത്. സ്പെഷ്യൽ ഡിന്നർ എക്സ്പെൻസസ് അത് ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫണ്ടാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ കാണിക്കാം. ഡിന്നർ എക്സ്പെൻസസ് 1,500, അതിനുവേണ്ടി കളക്ട് ചെയ്തത് 2,000. അതിനൊരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ കാണിക്കേണ്ടത് ലയബിലിറ്റി സൈഡിലാണ്. ഇലക്ട്രിസിറ്റി ചാർജസ് റെക്കറിംഗ് നാച്ചർ 900. അപ്പോൾ ക്വസ്റ്റനിൽ നോക്കുക, അങ്ങനെ സ്പെസിഫിക് ആയ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഒരു ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ ഇൻകം സൈഡിലേക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുക്കരുത്. ഇവിടെ നമ്മൾ ഡിന്നർ ഫണ്ട് എന്ന് ലയബിലിറ്റി സൈഡിൽ എഴുതുക. 2,000 മൈനസ് 1,500 എന്ന് കാണിക്കും. ഇതങ്ങനെ ക്വസ്റ്റനിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു രീതി അനുവർത്തിക്കും. ഇനി സബ്സ്ക്രിപ്ഷൻ 5,000, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2016-17 600, 5,600. ടോട്ടൽ 7,600. നമുക്ക് ഇൻകം സൈഡാണ് അധികം, ഡിഫറൻസ് 4,500 കിട്ടി. വിച്ച് ഇൻഡിക്കേറ്റ് സർപ്ലസ്. ഇവിടെ എഴുതേണ്ട എന്താണ്? സർപ്ലസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് എഴുതുന്നത്. ഇനി ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് 23,000 ക്വസ്റ്റനിൽ തന്നതാണ്. ഇത് സാധാരണ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കണ്ടെത്തേണ്ടി വരും പലപ്പോഴും. അതിനോടുകൂടി നമ്മൾ ഈ പ്രോഫിറ്റ് എന്ന് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, ഇക്കൊല്ലം സർപ്ലസ് അത് ആഡ് ചെയ്യുക. മൊത്തം 27,500. ഈ ലിഗസി നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു 6,000, അല്ലെങ്കിൽ ഇതിനോട് 27,500 കൂട്ടി കാണിച്ചാൽ മതി. പ്രത്യേകമായി എഴുതണം എന്നില്ല. 33,500 ഇവിടെ എഴുതിയാൽ മതി. ഇനി ഫേർണിച്ചർ 12,000 ആണ് കൊല്ലത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ പേയ്മെന്റ് സൈഡ് നോക്കുമ്പോൾ ഫർണിച്ചർ വാങ്ങിയതായി കണ്ടു 700, 7,000 രൂപ. 12,000, 7,000, 19,000. ഈ പ്രോബ്ലമൊക്കെ നിങ്ങൾ ആദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതണം, ക്വസ്റ്റ്യൻ എഴുതണം, എന്നിട്ട് വേണം ചെയ്യാൻ. സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഈ സാധനം 100 rupees ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് അത് ഇങ്ങോട്ടും എഴുതുക. അഡ്ജസ്റ്റ്മെന്റ്സ് 2 സൈഡിൽ 2 സൈഡിലെ പേര് എഴുതുന്നുണ്ടോ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 2016-17 600 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഇതാ ഇവിടെ
ഇൻകം സൈഡിൽ കൂട്ടുകയും പിന്നെ അത് അസറ്റ് സൈഡിലേക്ക് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ അസറ്റ് സൈഡിലേക്ക് എഴുതുകയും ചെയ്യും. ക്ലോസിംഗ് ബാലൻസ് ഇങ്ങോട്ട് എഴുതും. റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ഇങ്ങോട്ട് എഴുതും. രണ്ട് സൈഡും ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് സൈഡും ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. ഇത് സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്തി നോക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്തത് പ്രോബ്ലം പാർട്ടാണ്. വളരെ വേഗതയിൽ ഡിസ്കസ് ചെയ്തത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ക്ലാസ്സിനിടയിൽ ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം കുറവായിരുന്നു. വേഗതയിൽ പറഞ്ഞു പോവുകയും ചെയ്തു. നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ എക്സസൈസസ് ഏറെ ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് എക്സസൈസസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ചെയ്യണം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. സോ ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.